പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള പരിശോധനയിൽ ഇരിങ്ങാലക്കുട ജോയിന്റ് RTO പരിധിയിൽ യോഗ്യത നേടാതെ മടങ്ങിയത് 33 സ്കൂൾ വാഹനങ്ങൾ. 144 സ്കൂൾ ബസ്സുകൾ പരിശോധനയിൽ യോഗ്യത നേടി. അതേസമയം കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. സ്കൂൾ വാഹനങ്ങളുടെ കൃത്യമായ ലൊക്കേഷനും വേഗതയും ഒപ്പിയെടുക്കുന്ന 2 സിം കാർഡുകൾ ഘടിപ്പിച്ച GPS ഉപകരണം, വാഹനത്തിന് മുന്നിലെയും അകത്തെയും ഡോറുകളിലെയും കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാനുള്ള 3 ക്യാമറകൾ, അത് പ്രദർശിപ്പിക്കുന്ന ഒരു മോണിറ്റർ, കുട്ടികൾ വാഹനത്തിന് തൊട്ടുമുന്നിലൂടെ കടന്നുപോയാൽ കാണാൻ സാധിക്കുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നിങ്ങനെയുള്ള ആധുനിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇത്തവണ ഏറെയാണ്. കൂടാതെ വാഹനങ്ങളുടെ സാങ്കേതിക ക്ഷമത, ഇരിക്കുവാനും സ്കൂൾ ബാഗ് വയ്ക്കുവാനുമുള്ള സൗകര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഓരോ വാഹനത്തിലും കരുതേണ്ട അഗ്നിശമന ഉപകരണങ്ങളുടെ കാലിബ്രേഷൻ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കണം. ഒരിക്കൽ ടെസ്റ്റ് പാസ്സാകാത്ത വാഹനങ്ങൾ പോരായ്മകൾ പരിഹരിച്ച് വരും ദിവസങ്ങളിൽ വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കി ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ പതിച്ച ശേഷമേ സ്കൂളിൽ സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്ന് പരിശീലന ക്ലാസ്സിൽ അധ്യക്ഷത വഹിച്ച ജോയിന്റ് RTO സാൻജോ വർഗീസ് പറഞ്ഞു. വരും ദിവസങ്ങളിലും കർശന പരിശോധനകൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലാണ് ഇത്തവണത്തെ വാഹന പരിശോധനയും ഡ്രൈവർമാർക്കുള്ള പരിശീലനവും സംഘടിപ്പിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VS സിൻഡോ, P ഷിജു, CC വിനേഷ്, അമൽ ടോം എന്നിവർ വാഹന പരിശോധനയ്ക്കും KP ശ്രീജിത്ത്, മനു വിശ്വനാഥ് എന്നീ ഇൻസ്പെക്ടർമാർ പരിശീലന പരിപാടിക്കും നേതൃത്വം നൽകി. അതേസമയം കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. ഹാജരായ 61 വാഹനങ്ങളിൽ 50 വാഹനങ്ങളാണ് വിവിധ കാരണങ്ങളാൽ തിരിച്ചയച്ചത്. പരിശോധനയ്ക്കായി എത്തിച്ചവയിൽ 11 വാഹനങ്ങൾക്ക് മാത്രമാണ് സുരക്ഷാ സ്റ്റിക്കറുകൾ നൽകിയത്. 115 വാഹനങ്ങളിൽ 61 എണ്ണം മാത്രമാണ് തിങ്കളാഴ്ച പരിശോധനയ്ക്കായി ഹാജരായത്. തുടർന്ന് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും ബോധവൽക്കരണ ക്ലാസ് നടന്നു. ജോയിന്റ് RTO NS കിഷോർ കുമാർ, MVIമാരായ വിനീത്, ജഗൻലാൽ, AMVIമാരായ നിബി, സനീഷ്, ശ്രീജിത്ത്, രാജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ.